കണ്ടില്ലേ, ടൺ കണക്കിന് വളങ്ങളാണ് ഇവിടുന്ന് ദിവസേന കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഇവിടുന്ന് പോകുന്നുണ്ട്. സ്വന്തമായി പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വിലക്കുറവ്. എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് വെറും 6 രൂപയ്ക്കാണ് ഇവിടുന്ന് വളങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ മറ്റൊരിടത്തും കിട്ടാത്ത വിലക്കുറവിലാണ് നല്ല ക്വാളിറ്റിയുള്ള വളം ഇവർ നിർമ്മിച്ച് നൽകുന്നത്. ഡെലിവറിയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എങ്ങോട്ടേക്കാണെങ്കിൽ നിലവിൽ ഡെലിവറി സൗകര്യമുണ്ട്. കണ്ടില്ല, ഇതിപ്പോൾ ഇടുക്കിയിലൊരു ഏലം കർഷകർ പോകുന്നതാണ്. ടൺ കണക്കിനാണ് പുള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കായാലും ഡെലിവറി, അതും ചെറിയ വിലകളിൽ. ഈ കാണുന്നതാണ് സമൃദ്ധി എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും കൂടുതൽ സെയിലുള്ള വളം. ഇത് എല്ലാ കൃഷിക്കും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണ്. ഇത് ഉപയോഗിച്ചവർ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചവർ തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡ് വിട്ട് വേറൊരു ബ്രാൻഡിലേക്ക് പോവില്ല. ഈ ഒരു സൺറൈസിൻ്റെ ബ്രാൻഡ് വിട്ട് പോവില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായിട്ടുള്ള സമൃദ്ധിയുടെ ഗ്രാനൂൾസ്. നമസ്കാരം. നമസ്കാരം സാർ, നമ്മുടെ ചാനൽ പുതുമുഖമല്ല. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണും. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സാറിന് അറിയാം. കാരണം ഞങ്ങൾ ഒരു 5 വർഷത്തിന് മുമ്പാണ് ആദ്യത്തെ വീഡിയോ ചെയ്തത്. ശരിയല്ലേ സാർ? രണ്ടാമത്തെ വീഡിയോ ഇപ്പോൾ ഒരു വർഷം അടുപ്പിച്ചായി. രണ്ടാമത്തെ വീഡിയോ ചെയ്തിട്ട് ഇത് മൂന്നാമത്തെ വീഡിയോ അല്ലേ? കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ കമ്പനിയുടെ കാര്യം ഒന്ന് പറഞ്ഞേ, പേര്, ലൊക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പാലക്കാട് ജില്ല, ചിറ്റൂർ താലൂക്ക്, കൊഴിഞ്ഞാമ്പാറ. ഈ കൊഴിഞ്ഞാമ്പാറയിൽ നാട്ടുകൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ടൗണിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17 കിലോമീറ്റർ മാത്രമേ ഈ കമ്പനിക്ക് ഉള്ള ദൂരം. 17 കിലോമീറ്ററേ ഉള്ളൂ. കമ്പനിയുടെ പേര് സൺറൈസ് ഫെർട്ടിലൈസർ എന്നാണ് കമ്പനിയുടെ പേര് അല്ലേ? അതെ. ഓക്കെ. എന്താണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത? കമ്പനിയുടെ പ്രത്യേകത പിന്നെ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനിപ്പോഴും ആവർത്തിക്കുകയാണ്. വേറൊന്നുമല്ല, കർഷകരെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഈ കമ്പനി 10-17 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തുടങ്ങുമ്പോൾ സാധാരണ എല്ലാ കമ്പനിക്കാരെ പോലെ തന്നെയായിരുന്നു ഞങ്ങളും തുടങ്ങിയത്. അന്ന് ഞങ്ങൾ പിന്നെ കർഷകർക്ക് ഡയറക്റ്റ് ആയിരുന്നില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അവർക്കും ഇവർക്കും സപ്ലൈ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ പ്രോഡക്റ്റ് 10 രൂപയുടെ സാധനം അത് ഡിസ്ട്രിബ്യൂട്ടറും 1-2 കൈമാറുമ്പോൾ കർഷകൻ്റെ കയ്യിലെത്തുമ്പോൾ 10-25 രൂപയായിട്ട് മാറിയിരുന്നു. ഈ ഒരു പ്രവണതയ്ക്ക് ഒരു മാറ്റം വരണം എന്ന് ഒരു പ്രത്യേക സ്റ്റേജ് എത്തിയപ്പോൾ കമ്പനി ചിന്തിക്കുകയും ആ ചിന്തയുടെ ഭാഗമായിട്ട് ആണ് നമ്മൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് നേരിട്ട് പിന്നെ കർഷകരും കമ്പനിയും എന്നുള്ളൊരു കൺസെപ്റ്റിൽ പിന്നെ വില കുറയ്ക്കുക എന്നല്ല, കമ്പനി വില കുത്തനെ കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോഴേക്കും സാറിന് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, സാറിന് ഭീഷണി കോള്, നമ്മുടെ ചാനലിൽ ഭീഷണി കോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീഡിയോ റിമൂവ് ചെയ്യണം, നിങ്ങൾ അധിക പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ വീഡിയോ റിമൂവ്. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വില ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലും മാർക്കറ്റിൽ 35 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റിന് 25 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കിലോയിൽ 10 രൂപ കുറച്ചു. അത്രയും അപ്പം കർഷകർക്ക് പറഞ്ഞാൽ ടൺ കണക്കിനും കിലോ കണക്കിന് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കർഷകർ നോക്കുമ്പോഴേക്കും അത്രയും രൂപയുടെ ലാഭം കർഷകർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നേരെ കർഷകരെല്ലാം സാറിൻ്റെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. ഇത് ഒരുപാട് പേരെ അല്ലേ എന്താ അവരുടെയൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഭീഷണിയും കാര്യങ്ങളും. പക്ഷേ രണ്ടാമത് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പിന്തിരിയാനുള്ള ഭാവമില്ല അല്ലേ? അങ്ങനെ രണ്ടാമത്തെ വീഡിയോ വന്നു. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അല്ലേ സാർ? തീർച്ചയായും. ഇതിൽ നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, പുതിയ ആൾക്കാർ കാണാത്ത ഒത്തിരി പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒരു അപ്ഡേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോ നോക്കിയാൽ നിങ്ങൾ ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് സാറിന് പറയുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്ന് പറഞ്ഞാൽ 80-100 പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 350-400 അത്രയും ആക്കിയിട്ട് പോലും ഇപ്പോഴും നമ്മൾ ഓർഡർ കൊടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. മാക്സിമം പുതിയ യന്ത്രങ്ങൾ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഞാനിപ്പോൾ മുന്നേ പറഞ്ഞു പോയ പോലെ തന്നെയാണ് ധാരാളം അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ട്, മെഷീൻസ് കൊണ്ടുവരുന്നുണ്ട്, ലേബേഴ്സിനെ നമ്മൾ കൂട്ടി, കൂട്ടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ മാത്രം സപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ഇപ്പോൾ തമിഴ്നാടും കർണാടകയ്ക്കും കൂടെ വ്യാപിച്ച കാരണം നമുക്ക്
കുറച്ചും കൂടെ കമ്പനിയെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു പാതയിലാണ് ഇപ്പോൾ കമ്പനി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം എന്താ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും കർഷകർക്ക് തീർച്ചയായിട്ടും എത്ര ക്വാണ്ടിറ്റി വെച്ചാൽ കൊടുക്കാൻ സാധിക്കും അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ മാക്സിമം നിങ്ങൾ ഈ ഒരു എന്താ ഇദ്ദേഹം നൽകുന്ന സേവനം പ്രയോജനപ്പെടുത്താൻ വേണ്ടി നോക്കുക. അത് കർഷകരോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം, കാരണം എന്ന് പറഞ്ഞാൽ ഒരു കിലോയിൽ വരെ ഇത്രയധികം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഏതൊരു കൃഷിക്കായാലും ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസ് കണ്ടില്ലേ? നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നേരിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. എന്നിട്ട് ഇത്രയും വില കുറച്ച് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക്. അപ്പോൾ ഇടനിലക്കാരുടെ ആ ഒരു ഇതെല്ലാം പോയിട്ടാണ് നമുക്ക് ഇത്രയും കൊടുക്കാൻ പറ്റുന്നത്. സമൃദ്ധി, ഞങ്ങളിപ്പോൾ വീണ്ടും ആ സമൃദ്ധിയെ കുറിച്ച് തന്നെ പറയട്ടെ. സമൃദ്ധി എന്നുള്ള ബ്രാൻഡെല്ലാം ഉപയോഗിച്ചവർ ധാരാളം വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അവർ വീണ്ടും ഉപയോഗിക്കുന്നത് മാത്രമല്ല, അവർ മുഖാന്തരം ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇന്ന ആൾ പറഞ്ഞു ഇവിടെ വന്ന് ധാരാളം വളം. ഞങ്ങളുടെ പബ്ലിസിറ്റി തന്നെ അതന്നെയാണ്. കർഷകർ തന്നെയാണ് ഞങ്ങളുടെ പബ്ലിസിറ്റി. ഉറപ്പാണ്. 100-ൽ ഞാൻ പറയാം 100% എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ 99% റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വന്നു. ആ കസ്റ്റമേഴ്സ് തന്നെ മറ്റുള്ളവരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അതൊക്കെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ബ്രാൻഡിൻ്റെ ഒരു സക്സസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഏതൊരു വീഡിയോ ചെയ്താലും എന്താ നമ്മൾ ചില വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ വില പറയാറില്ല. അതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് തീരുമാനമായിരിക്കും, അല്ല ഞങ്ങൾ മനഃപൂർവ്വം പറയാത്തതല്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വന്നാലും അല്ലേ, തീർച്ചയായും പ്രോഡക്റ്റിൻ്റെ പേര്, വില എല്ലാം കൃത്യമായിട്ട് വീഡിയോയിൽ പറയും. ആ ഒരു വില തന്നെയായിരിക്കും നിങ്ങൾ വിളിച്ചാലും ഉണ്ടാവുക. മാർക്കറ്റ് പ്രൈസൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ അല്ലേ, കുറവെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ വില കൂടുതലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വില കൂടുതലെന്ന് പറയാൻ പറ്റില്ല. വില ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പ്രത്യേകം പറയട്ടെ. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വരുന്ന ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇറക്കി തരുമോ, ഞങ്ങളുടെ സ്പോട്ടിൽ അവർക്ക് ഇറക്കി തരുമോ എന്നുള്ളൊരു വിഷയം പലരും വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ്. നമ്മൾക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ലോഡിങ് കാരെ കൊണ്ടുപോയി അത്തരം വിഷയങ്ങളിലേക്ക് കമ്പനി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്, അവരുടെ സ്ഥലങ്ങളിൽ, അവർ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടി എത്രത്തോളം അവരുടെ വീട്ടിനകത്ത് ചെല്ലാൻ പറ്റുകയാണെങ്കിൽ ആ വീട്ടിനകത്ത് കൊണ്ടുപോയിട്ട് വേണമെങ്കിലും ഇറക്കി കൊടുക്കും. ഇറക്കി കൊടുക്കുക പറഞ്ഞാൽ ഇറക്കാനുള്ള അതായത് അൺലോഡ് ചെയ്യാനുള്ള ആൾക്കാരെ ഈ കൃഷിക്കാരനെ അറേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന പിന്നെ കമ്പനിയുടെ ഭാഗത്ത് സൈറ്റിൽ നമ്മൾ എത്തിച്ചു തരും. പിന്നെ മുൻ വർഷങ്ങളിൽ പോലെയല്ല, ഓരോ ജില്ലയ്ക്കും നമ്മൾ ഓരോ പിന്നെ എന്താ പറയുക വാടക നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം പാലക്കാട് ജില്ലയാണെങ്കിൽ നമ്മൾ കിലോന് 2 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതായത് ഒരു 1000 കിലോ എടുക്കുന്ന ആൾക്ക് നമുക്ക് 2 രൂപ, അയാൾക്ക് 1 കിലോന് 2 രൂപ കൊടുക്കണം. അപ്പോൾ 2000 രൂപ അയാൾ റെൻറ്റിൻ്റെ ഇനത്തിൽ വണ്ടിയുടെ. അതേസമയം അത് കാസർഗോഡിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയുന്നതാണ്, പാലക്കാട് നിന്ന് കാസർഗോഡ് പറഞ്ഞാൽ ഇത്രയും കിലോമീറ്ററാണ്. ആ കിലോമീറ്ററിന് നമ്മൾ 4 രൂപയെ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇടുക്കിയും നമ്മൾ 4 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഓരോ ജില്ലയ്ക്ക് അനുസരിച്ച്. ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മുൻവർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ എന്താ പറയുക ട്രാൻസ്പോർട്ടിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് വളരെ ദൂരത്തുള്ള സ്ഥലങ്ങളിൽ, കാസർഗോഡ്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക കർണാടകയൊക്കെ പോകുമ്പോൾ ബെല്ലാരി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതിനുള്ള വാടകയാണ് മേടിക്കുന്നത്. ഇനി കർഷകർക്ക് വേറെ ഒന്നും കൂടെ പറയട്ടെ, നമ്മുടെ വണ്ടിയിൽ മാത്രമല്ല, അവർക്ക് നേരിട്ടും വന്ന് അവരുടെ ഡയറക്റ്റായിട്ട് സാധനങ്ങൾ എടുത്തു പോകണം. നേരിട്ട് ഒരാഴ്ച മുമ്പെങ്കിലും വിളിച്ച് പറയണം, ഇവിടെ സാധനം അത്രയും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പുറത്തോട്ട് കാണുന്നതൊക്കെ പ്രൊഡക്ഷനാണ്. ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്ത് നമ്മൾ വീണ്ടും 1-2 ഷെഡുകളായി കമ്പനിയിൽ മെഷീൻസായി. മുൻപ് വണ്ടി ഇവിടെ ഒന്ന് ലോഡ് ചെയ്ത് പോയത്, ഇപ്പോൾ അതിന് വേണ്ടി മാത്രമായിട്ട് സെക്ഷൻ അല്ലേ വശത്ത്. അപ്പോൾ നല്ല രീതിയിൽ ശരിക്കും പറയാന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇല്ലാതെ, ഞാൻ എടുത്ത് പറയാൻ സാർ പറയും, നമ്മുടെ ചാനൽ ആദ്യം മുതലേ ഉണ്ട്, എല്ലാ കാര്യം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അതല്ല, ഏതൊരു പ്രൊഡക്റ്റിൽ എത്രയധികം പ്രൊമോഷൻ കൊടുത്താലും റിസൾട്ട് ഇല്ലെങ്കിൽ സാർ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് മൂവിയില്ല, അവിടെ നിൽക്കും അത്. പക്ഷേ ഇവിടെ ഈ സമൃദ്ധി എന്ന പ്രോഡക്റ്റ്, അത് നമ്മൾ എന്താ ഈ കൃഷിക്കാരുടെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടെ എല്ലാം ഈ കവർ കാണാറുണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം, ഇവിടെ നിന്ന് നിങ്ങൾക്ക് പേര് കേട്ടിട്ടുള്ള ചില ബ്രാൻഡുകളുടെ
വളങ്ങൾ ഇവിടുന്ന് റീബ്രാൻഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ്. ഞാൻ ഒരാളെയും പേരെടുത്ത് പറഞ്ഞ് ഉപദ്രവിക്കുന്നില്ല, പക്ഷേ റീബ്രാൻഡ് ചെയ്ത് ഇവിടുന്ന് പല പേരുകളിൽ പോകുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ വില കൂട്ടി നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവരുടെ ബ്രാൻഡിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ന്യായമായ വില, നല്ല ക്വാളിറ്റി. നമ്മുടെ സമൃദ്ധി ബ്രാൻഡിനെ കുറിച്ച് തന്നെ വേറൊരു ബ്രാൻഡിൽ നമ്മളിവിടെ പോകുന്നുണ്ട്. പിന്നെ ചിലവർ പ്ലെയിൻ ആയിട്ട് ബ്രാൻഡ് ഇല്ലാതെ കൊണ്ടുപോയിട്ട് ചിലവർ വെക്കുന്നുണ്ട്. 400 രൂപയ്ക്ക് ഇവിടെ എടുക്കുന്ന ഈ സമൃദ്ധി പിന്നെ മലപ്പുറം പോലുള്ള ജില്ലകളിൽ പ്ലെയിൻ പാക്കറ്റിൽ 100 രൂപ അഡീഷണൽ അവർക്ക് ഒരു 500 രൂപ ആവുള്ളൂ. 1350 മുതൽ 1850 രൂപ ഒരു ചാക്കിലാണ് ഏകദേശം ഒരു 1000 രൂപയ്ക്ക് മേലെ ലാഭം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നവരും ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇടുമ്പോൾ റിസൾട്ട് ഉണ്ട്. അവര് കർഷകർ നമ്മുടെ ബ്രാൻഡ് എത്തിപ്പെടാത്ത കോണുകളിൽ അവർ കൊണ്ട് വിൽപ്പന നടത്തുന്നുണ്ട്. വൺസ് നമ്മുടെ നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം നേരിട്ട് വിളിച്ചാണ് നമുക്ക് ഓർഡർ തരുന്നത്. മനസ്സിലായി. ഇവർ ഈ പ്ലെയിൻ പാക്കറ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് കർഷകർക്ക് അറിയാനും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇത്തരത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത്തരത്തിൽ 1850 2000 രൂപയും അല്ലെങ്കിൽ 1350 രൂപയ്ക്ക് കൊണ്ടുപോയി വിൽക്കുന്നവര് വീട്ടിനകത്ത് ഒരാളെ കൊണ്ടുപോയി പോർച്ചിൽ ഇറക്കി അടക്കം കൊടുക്കും അവര്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും അതിൽ ലാഭമുണ്ട്. ഒരു ചാക്കിൽ ഇത്രയും രൂപ ലാഭമാണ്. അതിന് ഒരു 10 രൂപ അൺലോഡിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. നമുക്ക് പറ്റില്ല, നമ്മൾ ഏറ്റവും വില താഴ്ത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ടേൺ ഓവറിലാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളത് ആ ഒരു കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഈ സമൃദ്ധി നമ്മൾ ഇറക്കിയത്. അത് സക്സസ് ആവുകയും ചെയ്തു. ഓക്കെ. ഇനി സർ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പ്യുവറായിട്ട് ബിസിനസ്സായിട്ട് കണ്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു ബിസിനസ് മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സാർ ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഫീൽഡ് നിൽക്കുന്ന ആളാണ്. അത് കർഷകരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ ഈ ഇല്ലാത്തത് പറഞ്ഞുള്ള കച്ചവടം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളെ തന്നെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ട് ചെയ്യാതെ വിട്ട് കളയാറാണ് പതിവ്. അപ്പോൾ സാർ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അറിയാം. സാറിന് എന്താ പറയാനുള്ളത് ആ കാര്യത്തിൽ? ഒറ്റ വേണ്ടതില്ല, എനിക്ക് അവരോടെല്ലാം പറയുന്നത് അനുകരണം വേണ്ട, സൺറൈസിനെ കണ്ട് അനുകരണം വേണ്ട എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക്. പല കാര്യങ്ങളും ഞങ്ങൾ ഇത്ര 17 വർഷം കഴിഞ്ഞു. ഇതിപ്പോൾ 18 വർഷം 18ാമത്തെ വർഷമാണ്. പല കമ്പനിക്കാരും നമ്മുടെ നിന്നൊക്കെ എടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് ഞങ്ങളും 17 വർഷമായി. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. 17 വർഷമായി. അതുപോലെ തന്നെ യാതൊരുവിധ പിന്നെ കൃഷിയുടെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒന്നും എടുക്കാത്ത വ്യക്തികളാണ് ഈ മേഖലയ്ക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ കടന്നു വന്നതാണ് ഈ മേഖലയുടെ ഒരു വലിയ ശാപം എന്ന് വേണമെങ്കിൽ എനിക്ക് പ്രത്യേകം പറയാൻ പറ്റും. അൺസയൻറ്റിഫിക്കായിട്ട് ഒരു ബേസും ഇല്ലാതെ കുറച്ച് വളങ്ങളെല്ലാം തട്ടിക്കൂട്ടി പിന്നെ കൃഷി വിൽപ്പന നടത്തുന്ന ഒത്തിരി ചെറുകിട കമ്പനിക്കാരുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് അഭ്യർത്ഥനയേ ഉള്ളൂ. നല്ല രീതിയിൽ ഒരു വളം ഇറക്കുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കൂ, മണ്ണിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കൂ, നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് എക്സ്പേർട്ട് ആവൂ, എന്നിട്ട് നിങ്ങൾ ഒരു വളം മാർക്കറ്റിൽ ഇറക്കൂ എന്നൊരു അഭ്യർത്ഥന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു ഫീൽഡിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ബ്രാൻഡെല്ലാം നമ്മൾക്ക് വീണ്ടും കർഷകർ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാവരോടും പറയുന്നത് അതാണ്. നമ്മൾ പുതിയ ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ പിന്നെ ഉപദേശങ്ങളും സപ്പോർട്ടുകളും ഇന്ന രീതിയിൽ വേണം ചെയ്തു കൊടുക്കാനും റെഡിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഒരു എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. നമ്മൾ ഇനി വരുന്ന മേഖലയ്ക്ക് നമുക്ക് ലോകം മുഴുവൻ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഇതുപോലെ വരുന്നവർക്ക് നമ്മൾ വേണ്ട സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പഠിച്ചതിന് ശേഷം ഇതിലേക്ക് വരിക. തീർച്ചയായും ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ പാസ്സാവുക. അല്ലെങ്കിൽ അതിൻ്റെ നമുക്കൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു പോയ പോലെ തന്നെ നമ്മുടെ പിന്നിൽ ഇതിനൊരു വലിയ ടീം തന്നെയുണ്ട്. അതായത് ഇതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള സയൻറ്റിസ്റ്റുകളും ഞങ്ങൾ അവരുടെയൊക്കെ എന്താ പറയുക, നമ്മളിതെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ നിന്നെല്ലാം നമ്മൾ നിർദ്ദേശങ്ങളും പിന്നെ ഒരു പുതിയ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അഡീഷണലായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രത്യേകതകൾ എല്ലാം അവരുടെ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ടാണ് നമ്മൾ
ഒരു പ്രൊഡക്റ്റിലോട്ട് കടക്കുന്നത്. ഓക്കെ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കോൾ എടുക്കുന്ന കോൾ സെന്റർ ടീമായ പോലും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തുടക്കക്കാർ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്, പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കൃഷി ഏതും ആയിക്കൊള്ളട്ടെ, അതിന് ഇവിടെ ഞങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, വില ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് തരിക, ഏത് കൃഷിക്ക് ഏത് വളം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ വളം ഉപയോഗിച്ചാൽ എന്ത് വ്യത്യാസം ഉണ്ടാവുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുത്തെ കസ്റ്റമർ കെയറിൽ കണക്ട് ചെയ്യുമ്പോൾ പോലും അല്ലേ അവർ തന്നെ പറഞ്ഞുകൊടുക്കാൻ റെഡിയാണ് അല്ലേ സാർ? അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൃഷിയെ പറ്റിയുള്ള സംശയങ്ങൾക്ക് ഏത് വളം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു ടീമിനെ അപ്രോച്ച് ചെയ്യാം. എല്ലാ സപ്പോർട്ടിനും സാറ് പുറകിലുണ്ടാവും അല്ലേ? അപ്പോൾ മാക്സിമം എന്താ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുക അല്ലേ, കർഷകർക്ക് മാക്സിമം പ്രോഫിറ്റ് അല്ലേ, മാക്സിമം കുറഞ്ഞ വിലയിൽ അല്ലേ, വളത്തിലൊക്കെ കുറഞ്ഞ വിലയിൽ കർഷകർ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകുക അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ടീം മുന്നോട്ട് പോകുന്നത് അല്ലേ സാർ? ഇതൊക്കെയാണ് വിശേഷങ്ങൾ തീർച്ചയായും അല്ലേ? വിലയൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ? വിലയൊക്കെ പറയുന്നുണ്ട്. വില പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് പ്രോഡക്റ്റുകൾ? ഇതിപ്പോൾ നമ്മുടെ സൺറൈസ് ഫെർട്ടിലൈസറിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സമൃദ്ധി പ്ലസ്. നമ്മൾ സമൃദ്ധിയിൽ നിന്ന് തുടങ്ങി സമൃദ്ധി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിണ്ണാക്കുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. പലതരം പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, നീം കേക്ക്, അതുപോലെ തന്നെ പൊങ്കും പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ഇത്തരം 6-7 തരം പിണ്ണാക്കുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ജൈവവളമാണ്. സമൃദ്ധിയെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു 6 മാസം, 7 മാസം, 8 മാസം കൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ എടുക്കുന്ന, അതുപോലെ അതായത് ഉദാഹരണം ഇഞ്ചി പോലുള്ള കൃഷിക്കെല്ലാം ധാരാളം കർഷകർ നല്ല റിസൾട്ടുമാണ്, ധാരാളം ആൾക്കാർ വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു പ്രോഡക്റ്റാണ് സമൃദ്ധി പ്ലസ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് തന്നെ നമ്മുടെ നീം കേക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. സൺറൈസ് ഫെർട്ടിലൈസറിൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റാണ്. അതായത് ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റാണ്. ഞങ്ങൾ നീം കേക്ക് എന്നാണ് തുടങ്ങിയത്. ഞങ്ങൾക്ക് ഇന്നും അന്നും ഏറ്റവും കൂടുതൽ കർഷകർ കൈനീട്ടി സ്വീകരിച്ച ഒരു ഞങ്ങളുടെ ബിഗ് ബ്രാൻഡാണ് നീം കേക്ക്. സൺ ബ്രാൻഡിൻ്റെ നീം കേക്ക്. അത് ഞങ്ങൾ 2 ക്വാളിറ്റി ഇറക്കുന്നുണ്ട്. എല്ലാ വർഷത്തെ നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് വിലയിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. മാർക്കറ്റിൽ സാധാരണ ഇതിൻ്റെ വില എത്ര, നമ്മുടെ വില എത്ര? മാർക്കറ്റിൽ സാധാരണ ഒരു 35 രൂപയ്ക്ക് മേലെയാണ് പല കമ്പനിക്കാരും വിൽക്കുന്നത്. നമ്മുടെ പ്രീമിയം ക്വാളിറ്റി 25 രൂപയും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സെക്കൻഡ് ക്വാളിറ്റി 18 രൂപയ്ക്കുമാണ് നമ്മളിവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രീമിയം ക്വാളിറ്റി പോലും മാർക്കറ്റ് വിലയേക്കാളും 10 രൂപ വ്യത്യാസമുണ്ട്. 10 രൂപ വ്യത്യാസമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരും ഞങ്ങളുടെ വില കുറവാണെന്ന് പറയുന്ന കമ്പനികൾ പോലും 32-33 രൂപയ്ക്കാണ് അവർക്ക് വിൽക്കാൻ സാധിക്കുന്നുള്ളൂ. നമ്മളുമായിട്ട് ഒരിക്കലും അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്വാളിറ്റിയും കൊടുക്കാന്നില്ല. എല്ലാവരും ക്വാളിറ്റി എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് എല്ലാ വീഡിയോകളിലും അതെ വെറുതെ ക്വാളിറ്റി എന്ന് പറയുകയല്ലാതെ ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അവർക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന പോലുള്ള ആ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ പറയട്ടെ, ഈ സമൃദ്ധി എന്ന ബ്രാൻഡ് ഞങ്ങൾ കുറച്ച് കാലമായി തുടങ്ങിയെങ്കിലും കൃഷിമിത്ര എന്ന ടി വിയിൽ കൂടെ ഈ ബ്രാൻഡിനെ ആദ്യം പരിചയപ്പെടുത്തുകയാണ് നമ്മൾ 2 വർഷം മുമ്പ്. ഈ 2 വർഷം മുമ്പ് സമൃദ്ധി നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ കമ്പനിയുടെ സെയിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 60-70 ടണ്ണിനിടയിലായിരുന്നു നമ്മുടെ സമൃദ്ധിയുടെ സെയിൽ എന്ന് പറയുമ്പോൾ. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഈ കമ്പനി സമൃദ്ധി എന്ന ബ്രാൻഡ് ഒരു മാസം വിൽക്കുന്നത് ഏകദേശം 250 ടണ്ണ് സെയിലിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ കമ്പനി. ഒരു വീഡിയോയിലൂടെ അത്രത്തോളം പ്രൊഡക്ഷൻ കൂടി ജനങ്ങളിലേക്ക് ഈ എന്താ പറയുക ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ റീച്ച് ആയതിൻ്റെ മെയിൻ കാരണം എല്ലാവരും പറയുന്ന പോലെ അതിനെ ക്വാളിറ്റി എന്നല്ല, ഞങ്ങൾ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞില്ല, പക്ഷെ ജനങ്ങൾ ആ ക്വാളിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് 2 കൈ നീട്ടി സമൃദ്ധിയെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഞങ്ങളുടെ സെയില്. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ സമൃദ്ധി
ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾ കമ്പനിയുടെ CEO എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് കിട്ടുന്നത്? എന്തൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളത്? സമൃദ്ധി ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമൃദ്ധി ബ്രാൻഡ് ഇത്രയും ഒരു സക്സസ് ആവാനുള്ള ഏറ്റവും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കൃഷി ശാസ്ത്രജ്ഞന്മാരാണ് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞങ്ങളുടേതായ രീതിയിൽ പോകുന്നതിനോടൊപ്പം അവരുടെ സഹായം അല്ലെങ്കിൽ അവരുടെ പിൻബലം, ഏത് രീതിയിൽ വേണം ഈ മറ്റേ വളത്തിനെ കൊണ്ടുപോകാൻ എന്നുള്ള വളരെ വിദഗ്ധ ഉപദേശം അവർ നിരന്തരം ഞങ്ങൾക്ക് നൽകാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഈ സമൃദ്ധി ഞങ്ങൾക്ക് ഇത്രയും നല്ല റിസൾട്ട് കർഷകർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചതെന്ന് പറയുന്നതിൽ ഞങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഓക്കെ, റിസൾട്ടില്ല എന്തായാലും ഇത്രയും ആൾക്കാർ വാങ്ങില്ല, ഇത്രയും പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാനും പറ്റില്ല, ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് കർഷകർ ഇപ്പോൾ അല്ലേ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് നല്ല പോലെ. അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയാണ്? പോസിറ്റീവ്? ഫീഡ്ബാക്ക് പോസിറ്റീവാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ചില ഭാഗത്ത് 100% എല്ലാവരും പറയുന്ന പോലെ 100% റിസൾട്ട് എന്ന് ഘോരം പ്രസംഗിക്കുന്ന ഒത്തിരി കമ്പനിക്കാരും മറ്റുള്ളവരും എല്ലാവരും ഉണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ പറയാൻ ഒരിക്കലും തയ്യാറല്ല. എന്തുകൊണ്ടെന്നാൽ സമൃദ്ധി എന്ന വളം 100% ഏറ്റവും എല്ലാ ക്രോപ്പുകൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു വളമാണ് എന്നതിൽ തർക്കമേ ഇല്ല. പക്ഷേ അവിടെ ഒരു വലിയ വിഷയം അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയാണ്. അതായത് മണ്ണിൻ്റെ കണ്ടീഷൻ. നിരന്തരമായിട്ടുള്ള രാസവള പ്രയോഗം കൊണ്ട് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് പല മേഖലകളും, കേരളത്തിൻ്റെ പല മേഖലകളും. ഒരു കാലത്ത് നമ്മൾ ജൈവവളം പൂർണ്ണമായിട്ട് 100% ജൈവവളം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് രാസവളത്തിൻ്റെ വരവോടുകൂടി 80% ജൈവവളവും 20% രാസവളവും ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് കർഷകർ മാറി. അപ്പം ധാരാളം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടി, ധാരാളം വിളവ് കിട്ടി. ആ കർഷകർ ആ വിളവ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എന്തായി? നേരെ അത് റിവേഴ്സായി. 80% രാസവളവും 20% ജൈവവളവും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ 100% രാസവളത്തിലേക്ക് പോയി. ആ ഒരു പീരീഡാണ് നമ്മുടെ കർഷകർക്ക് തീരെ, ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലും പറഞ്ഞു പോയിട്ടുണ്ട്, അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട വില കിട്ടാറില്ല. ആ കിട്ടേണ്ട വില കിട്ടാറില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് സൺറൈസിൻ്റെ ഞങ്ങളുടെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെന്തുകൊണ്ട് കർഷകർക്ക് നേരിട്ട് വില കുറച്ച് കൊടുക്കാം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ കാരണം തന്നെയാണ് ഈ കർഷകർക്ക് വില കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയൊരു വെല്ലുവിളി അവിടെ നിലനിൽക്കുന്ന കാരണമാണ് ഞങ്ങൾ ഡയറക്റ്റ് കൃഷിക്കാർക്ക് പ്രൊഡക്റ്റ് നേരിട്ട് വില കുറച്ച്, അതായത് മീഡിയേറ്റർ ഇല്ലാതെ ഞങ്ങൾ കൊടുക്കാൻ ആലോചിച്ച് അങ്ങനെ കമ്പനി ഇതിലോട്ട് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു പോകുന്ന ഒരു വിഷയം കൂടെ പ്രത്യേകം പറയുന്നു. പലർക്കും റിസൾട്ട് ഇമീഡിയറ്റ് ആയിട്ട് കിട്ടാറില്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മണ്ണിൻ്റെ ഒരു ഘടന, അതായത് 100% തീരെ മണ്ണിന് യാതൊരുവിധ ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ലാത്ത മണ്ണിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ സമൃദ്ധിയായ ജൈവവളം അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ചത്ര ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ പലരും എടുത്തിട്ട് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത്ര നിങ്ങൾ പറഞ്ഞ പോലെ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്ന് പലരും ഞങ്ങളെ സമീപിക്കാറുണ്ട്, എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അത്തരം അവസരങ്ങളിൽ ഞങ്ങൾ പ്രത്യേകം പറയും, നിങ്ങൾ മണ്ണ് ടെസ്റ്റ് ചെയ്യൂ, അതിൻ്റെ pH എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യൂ. ആ pH കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വളപ്രയോഗം നടത്തൂ. 1, 2, 3 പ്രാവശ്യം വളം ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ മണ്ണ് ഏറ്റവും നല്ല ആരോഗ്യമായിട്ടുള്ള മണ്ണാവും. അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. എല്ലാ ഭാഗത്തും ഒരേ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ പ്ലസും മൈനസും ഉണ്ടാവും. അല്ലാതെ 100% ഒരു മണ്ണിലിട്ടതും ഇത്ര ഈൽഡ് 30% ഈൽഡ് അധികം കിട്ടും എന്ന് അവകാശപ്പെടാൻ ഒരിക്കലും കമ്പനി തയ്യാറല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓരോ മണ്ണും വ്യത്യസ്തമാണ്, ഓരോ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഇടുന്ന വളത്തിൻ്റെ റിസൾട്ട് എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സമൃദ്ധിയുടെ വില നമ്മൾ പറഞ്ഞിട്ടില്ല. സമൃദ്ധി എപ്പോൾ തുടങ്ങിയ കാലം മുതൽ 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതേ വിലയാണ് ഇപ്പോഴും ഞങ്ങളുടെ ഈ ഏറ്റവും സക്സസ് ബ്രാൻഡായിട്ടുള്ള സമൃദ്ധിക്ക് ഇപ്പോഴും അതേ വിലയാണ്. അത് വില ഇത്ര ദിവസമായിട്ടും കൂട്ടിയിട്ടില്ല.
അതേ വിലയ്ക്ക് തന്നെയാണ് 8 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരുപാട് പേരുടെ വളത്തിൻ്റെ വീഡിയോസൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വിലയിൽ വ്യത്യാസം വരാത്ത ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ കാണുന്നവരോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. അത് കള്ളം പറഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കും. ചെയ്ത അപ്ഡേഷൻ ഒരുപാട് പേർക്ക് അപ്ഡേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ വർഷം തോറും അല്ലെങ്കിൽ മാസം തോറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലായിടത്തും വില വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ആ ഒരു വില എന്ന് പറഞ്ഞാൽ 5 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത ആ ഒരു വില, അതിൽ പറഞ്ഞ ആ വീഡിയോ പറഞ്ഞ വില, അതിനൊരു മാറ്റവും വന്നിട്ട് എങ്ങനെയാ അപ്പോൾ ഈ പ്രോഫിറ്റ് എങ്ങനെയാ? കാരണം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ്. ഞങ്ങളുടെ കൺസെപ്റ്റ് തന്നെ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, കർഷകരെ സഹായിക്കുക എന്നുള്ളത്. വെറുതെ നമ്മൾ മറ്റുള്ളവർ പറയുന്ന പോലെ പറഞ്ഞാൽ പോരാ, നമ്മളത് പ്രവർത്തിച്ച് കാണിക്കേണ്ടത് ഈ പ്രോഡക്റ്റിൽ കൂടെ. ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ സക്സസ് ബ്രാൻഡാണ്. ഏറ്റവും കൂടുതൽ ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, കർഷകർ 2 കൈ നീട്ടി സ്വീകരിച്ച ഏറ്റവും ഞങ്ങളുടെ സക്സസ് ബ്രാൻഡാണ്. ആ ബ്രാൻഡിൽ ഞങ്ങൾ ഇവിടെ വരുന്നതിൽ 10 കിലോ ഒരു ദിവസം പോവുകയാണെങ്കിൽ അതിൽ 8 കിലോയും സമൃദ്ധിയാണ് പോകുന്നത്. ബാക്കി എല്ലാ പ്രോഡക്റ്റും 2 കിലോയേ പോകുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം ഒന്നും കൂടെ പറയട്ടെ. ഈ സക്സസ് ബ്രാൻഡിൽ ഇപ്പോഴും ഞങ്ങൾ വിലയിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. കർഷകരെ സഹായിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. വീണ്ടും 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 ആൾക്കാർ ധാരാളം ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷകരമാണ്. ഞങ്ങൾ ആൾറെഡി ഇതിൽ നല്ല റിസൾട്ട് ഉണ്ട്. തീർച്ചയായിട്ടും. എന്നിട്ടും ഇതിലൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ. ശരിയല്ലേ? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഗ്രാനുൾസ് രൂപത്തിൽ നമ്മളൊരു പുതിയ ഒരു പ്രോഡക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ വില പിന്നെ എന്തായാലും സമൃദ്ധിയേക്കാളും ചെറിയൊരു മാറ്റമുണ്ടാവും. ഏകദേശം 3-4 രൂപയിൽ 8 രൂപയിൽ ഇപ്പോൾ അത് കൊടുക്കുന്ന ഒരു 3-4 രൂപയുടെ വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ ആ വേരിയേഷൻ ഉണ്ടാകുകയാണെങ്കിലും അതിൽ എന്താണ് പ്രത്യേകത എന്നുകൂടെയുള്ളത് ഞാൻ പ്രത്യേകം പറയാം. നമ്മുടെ ഗ്രാനുൾസ് രൂപത്തിൽ സമൃദ്ധി ഇനി മാർക്കറ്റിൽ ഏകദേശം ഒരു 10-20 ദിവസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യലി ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത ഈ സമൃദ്ധി ഗ്രാനുൾസ് രൂപത്തിൽ വരുന്ന ഈ പ്രോഡക്റ്റിനുണ്ട്. ഓക്കെ, പ്രത്യേകം പറയട്ടെ, നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു തണുപ്പ് ഭയങ്കരമായിട്ട് അത് മണ്ണിന് നല്ല എന്തായാലും ഞാൻ എടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് വളരെ സക്സസ്ഫുൾ ബ്രാൻഡായിരിക്കും, സംശയമൊന്നുമില്ല. സമൃദ്ധി ഞങ്ങളുടെ ഓൾറെഡി സക്സസ്ഫുൾ ബ്രാൻഡാണ്. അതിനേക്കാളും കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് മണ്ണിന് വേണ്ട എല്ലാ സൂക്ഷ്മ വളങ്ങൾ, അതുപോലെ തന്നെയാണ് മറ്റേ ന്യൂട്രിയൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചേർത്തി ഇറക്കുന്നൊരു രൂപമാണ് ഈ സമൃദ്ധി. നമ്മുടെ പഴയ സമൃദ്ധിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന് അറിയാം. അവരപ്പോൾ ഈ ഒരു പാക്കറ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതും 100% നമ്മുടെ എന്താ പറയുക, വരുന്ന മാസങ്ങളിൽ ഇത് ഉപയോഗിച്ച് ഒരു 3-6 മന്ത്സിനുള്ളിൽ സമൃദ്ധിക്കൊപ്പം തന്നെ ഈ ബ്രാൻഡും വളരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് അതിൽ ആഡ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ ഘടനയും എല്ലാം ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സമൃദ്ധി തീർച്ചയായിട്ടും പഴയ ആ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വളം നമുക്ക് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം. എല്ലാ കൃഷികൾക്കും അല്ലേ? അതെ, എല്ലാ കൃഷിക്കും ഒരുപോലെ ഉപയോഗിക്കാം. തീർച്ചയായും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അല്ലേ റിസൾട്ട് അതും കൂടെ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ മുൻവർഷങ്ങൾ ചെയ്ത പോലെ തന്നെയാണ് ഡോളമൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ കമ്പനിയുടെ ഡോളമൈറ്റ് നമ്മൾ 1 കിലോ 6 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിൽക്കുന്നുണ്ട്. സെയിം അതേപോലെ ഒരു വെറും പൊട്ടാഷ് മാത്രം ആണ് ഇതിൽ ഉള്ളത്. അത് ഏകദേശം നമ്മൾ 13 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂട്രിഫിഷ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മറ്റേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന അതേ വില തന്നെയാണ്. 11 രൂപയ്ക്കാണ് ന്യൂട്രിഫിഷ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ബോൺ പൗഡർ പ്രത്യേകം പറയേണ്ട ആവശ്യം ഇല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ സമൃദ്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ബോൺ പൗഡർ. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ഈ 2 ജില്ലകളിൽ വ്യാപകമായിട്ട് കർഷകർ ഏലത്തിനും മറ്റുള്ളതിനുമൊക്കെ ധാരാളമായിട്ട് ഈ ബോൺ പൗഡർ പിന്നെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വിലയിൽ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും അതേ വില തന്നെയാണ്, 13 രൂപ. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് പെട്ടെന്ന് നമുക്ക് പിന്നെ എടുത്ത് കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ബോൺ പൗഡറിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത് നമ്മുടെ ബോൺ മീൽ, സാധാരണ എല്ലാവിടെയും ഉള്ള പോലെ തന്നെയാണ് നമ്മുടെ ബോൺ മീൽ 23 രൂപയാണ്. അതിനും വില ഇന്ന് വരെ കമ്പനി ഹൈക്ക് ചെയ്തിട്ടില്ല.
പിന്നെ ഈ വർഷവും അതേ റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വിലയിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ആട്ടുംകാട്ടം പൊടിച്ചത് നമ്മൾ വില വീണ്ടും ഉയർത്തിയിട്ടില്ല. അതേ 10 രൂപയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത്. അടുത്ത് ചാണകം പൗഡർ ചെയ്തത് 8 രൂപ, 8 രൂപയ്ക്ക് തന്നെയാണ്. വീണ്ടും അതും വില വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് എടുത്തു പറയട്ടെ. പോട്ടി മിക്സ് നമുക്ക് മണ്ണും വളവും കൂടെ മിക്സ് ചെയ്ത ഒരു മിക്സാണ്. അതായത് റെഡി ടു യൂസ്, അതായത് ഗ്രോ ബാഗിൽ കൊണ്ടുപോയിട്ട് നേരെ ഈ പോട്ടി മിക്സ് ഇടുന്നു, ചെടി നനയ്ക്കുന്നു, പിന്നെ വളപ്രയോഗമോ മറ്റുള്ളതൊന്നും ആവശ്യമില്ല. അതാണല്ലോ നമ്മൾ അതാണ് പോട്ടി മിക്സിൻ്റെ ഒരു പ്രത്യേകത. അതും 8 രൂപ എന്ന് പ്രത്യേകം പറയട്ടെ. ധാരാളം ഈ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ ഒത്തിരി കടക്കാരും അവരെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ഇന്ന് എടുത്ത് പോയി റീസെയിൽ നടത്തുന്നുണ്ട്. സൂപ്പർമീൽ, അതായത് അടുത്ത് ഞങ്ങളുടെ തന്നെ ഒരു നല്ല ബ്രാൻഡാണ്. വേപ്പ് മിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ കമ്പോസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സൂപ്പർ മീലാണ്. ഈ മീൽ 23 രൂപയ്ക്ക് തന്നെയാണ് ഇപ്പോഴും വെക്കുന്നത്. എല്ലുപൊടി എല്ലാം മിക്സ് ചെയ്ത നല്ലൊരു വളമാണ്. കുറച്ച് മീൽ ഉപയോഗിക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. അപ്പോൾ ചിലവർ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പാറ്റേണിൽ പോകുന്ന ആൾക്കാരാണ്. മീൽ ഉപയോഗിക്കുന്ന ആൾക്കാർ മീൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ അങ്ങനെയുള്ളവർക്ക് സൂപ്പർ മീൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. 23 രൂപയാണ് എന്ന് പറയട്ടെ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് നമുക്ക് ഉള്ളത്. ഈ പ്രൈസിലൊന്നും യാതൊരു പ്രൈസുകളൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ആകെ നമ്മുടെ വ്യത്യാസം പുതിയ ഒരു പ്രോഡക്റ്റിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ അല്ലേ. ഇതിപ്പോൾ ഈ കമ്പോസ്റ്റ് കണ്ടല്ലോ, വെർമി കമ്പോസ്റ്റാണ്. ഈ വെർമി കമ്പോസ്റ്റ് ഇത് ഇട്ടിരിക്കുന്ന മുഴുവൻ നമ്മൾ സമൃദ്ധി ജൈവവളത്തിന് വേണ്ടി കൂട്ടിയിട്ടിരിക്കുന്നതാണിത്. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കണം. ഇത്രയും പ്യുവറായിട്ടുള്ള ക്വാളിറ്റിയാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ നമ്മൾ ബോൺ പൗഡർ, ചാണകം, ആട്ടുംകാട്ടം, അതുപോലെ തന്നെ കോഴിക്കാട്ടം എല്ലാം മിക്സ് ചെയ്ത് ാണ് നമ്മുടെ സമൃദ്ധി ഇറങ്ങുന്നത്. ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയതാണ് ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയട്ടെ, ഈ സമൃദ്ധി ഇത്രയും സക്സസ് ആയ ഒരു ബ്രാൻഡ് ആവാൻ കാരണം ഇതിൽ ചേർക്കുന്നതിൻ്റെ ക്വാളിറ്റിയാണ്. ഈ കാണുന്നത് മെഷീൻസ് എല്ലാം ഇത് ചാണകം, ആട്ടുംകാട്ടം എല്ലാം പൊടിക്കുന്ന ഓട്ടോമാറ്റിക് മെഷീനാണ്. നമുക്ക് നേരെ ഇവിടെ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പോയി പൊടിച്ച് പുറത്ത് വരും. ഫൈൻ പൗഡറായിട്ടല്ലേ? ഫൈൻ പൗഡറായിട്ട്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളെല്ലാം പൗഡറാക്കിയിട്ട് നമ്മളെല്ലാം ഇവിടുന്ന് പൗഡറായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് ചലിക്കാനുള്ള മെഷീൻ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയ, ആദ്യം ചെറിയ കുഞ്ഞു മെഷീൻ വെച്ച് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാതരം ആധുനിക പിന്നെ യന്ത്രങ്ങളും ഇവിടെ സജ്ജമായി കമ്പനി. ഇതെല്ലാം ഇപ്പോഴും പറയട്ടെ, ഈ മെഷീനെല്ലാം വരുന്നതും ഈ ഡെവലപ്മെൻറ്റ്സിനെല്ലാം കാരണം ഒരിക്കൽ കൂടെ ഈ പ്ലാറ്റ്ഫോം തന്നെയാണെന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. കൃഷിമിത്ര എന്നുള്ള ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങൾ വന്നു. പിന്നെ അതിൽ കൂടെ ഞങ്ങൾ വൻ സക്സസ്സായി. ആ സക്സസ്സായ ബ്രാൻഡാണ് വീണ്ടും പറയുകയാണ് സമൃദ്ധിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും കമ്പനിക്ക് മതിയാവില്ല എന്നുകൂടെ ഞങ്ങൾ പറയട്ടെ. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ ബ്രാൻഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ കമ്പനിയുടെ വളർച്ച, ഞങ്ങൾക്ക് ആദ്യം ഒരു ചെറിയ കുഞ്ഞു വണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് 5-6 വലിയ വാഹനങ്ങളോടുകൂടി കേരളത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളും, കർണാടക, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ വളം പിന്നെ നല്ല രീതിയിലുള്ള ബൾക്ക് സപ്ലൈ വ്യാപകമായി വലിയ എസ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ വലിയ കർഷകർ, അവരെല്ലാം വ്യാപകമായിട്ട് ഈ വളം 2 കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്.